വിജയദശമി നാളിൽ നൃത്ത സംഗീത ക്ലാസ്സുകൾ എല്ലാം ഇന്ന് ആരംഭിക്കുകയാണ്. അതിനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ TP വിവേകും അതുപോലെ അശ്വതി മാഡവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭജൻ ഗീതും ഇന്നുണ്ട്. എല്ലാ പരിപാടിയിലേക്കും നിങ്ങളെ അവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് പുതുശ്ശേരി അച്ഛനെ ഈ മീറ്റിങ്ങിൻ്റെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു നല്ല തുടക്കമാകാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മൗന പ്രാർത്ഥന. ഈശ്വര കടാക്ഷമാണ് എല്ലാത്തിനെയും നന്ദി. ഈശ്വരനാണ് എല്ലാത്തിനെയും ആരംഭവും അവസാനവും. ഇന്ന് ഈ മഹാനവമി വിജയദശമി ദിനത്തിൽ പ്രത്യേകമായിട്ട് തിന്മയ്ക്ക് മേലിൽ നന്മ വിജയം വരിച്ച ഇന്നത്തെ ദിവസം സരസ്വതി ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാം പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് അവരവരുടെ കർമ്മമണ്ഡലങ്ങളെ ഗുരുക്കന്മാരെ വന്ദിച്ച് ദക്ഷിണ വെച്ച് അക്ഷരജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്ന സുന്ദരമായ സുദിനം. ഈ സുദിനത്തിൽ നമ്മൾ ചാവറ കലാകേന്ദ്രയിൽ സംഗീത നൃത്ത വാദ്യോപകരണത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. ടീച്ചർമാരും കുരുന്നുകളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഗുരുക്കന്മാരുടെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. കാരണം ഓരോരുത്തരെയും സ്വപ്നങ്ങൾ അത് പൂർത്തീകരിക്കുന്നത് ഗുരുക്കന്മാരുടെ കൃപാകടാക്ഷത്താലാണ്. അവരാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് ഉടഭാവവും നൽകുക. അവരാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത്. തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ ആ തലത്തിൽ എത്തിച്ചേരുവാനായിട്ട് ശിഷ്യകൾ ഒത്തിരിയേറെ അധ്വാനിക്കണം. അതിനുള്ള ആദ്യത്തെ പടിയാണ് ഗുരുദക്ഷിണ വെച്ച് അനുഗ്രഹം യാചിക്കുക. അതുപോലെ തന്നെ തിരിതെളിയിച്ച് ദീപമായിട്ട് പ്രകാശമായിട്ട് ഈ ലോകത്തിൽ പ്രകാശം വിതയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന വിശ്വാസത്തോടും വിചാരത്തോടും കൂടി നമ്മൾ കടക്കുക. നമുക്ക് ആദ്യമേ തന്നെ പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം ദീപം തെളിയിക്കൽ കർമ്മങ്ങൾ. നമ്മുടെ ഈ ചാവറ കലാകേന്ദ്രയിൽ ടീച്ചർമാരായിട്ട് എത്തിയിരിക്കുന്ന നൃത്തത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഉഷാറാണി ടീച്ചർ, അതുപോലെ തന്നെ കീബോർഡ് ഗിത്താർ നമ്മളെ പരിശീലിപ്പിക്കുന്ന ജോയിൻ നെല്ലിക്കൽ സാറ്, തബല നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരണങ്ങൾ നടത്തുന്ന രത്നശ്രീ അയ്യർ, സംഗീതവും വോക്കലും നമുക്ക് വേണ്ടിയിട്ട് നിർവഹിക്കുന്ന അശ്വതി പൊക്കാട് മാഡം, അതുപോലെ തന്നെ വയലിൻ ബെന്നി സാറ്, ഇവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ കൃത്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്ന് കുട്ടികളുടെ കൂടെ നിന്ന് എല്ലാവരും വന്ന് ദീപം തെളിയിക്കുന്നു. ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നതാണ്. ഇന്നത്തെ സ്റ്റേജ് പെർഫോമൻസ് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സംഗീതാർച്ചന ഭജൻ ഗീത് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന TP വിവേക്, അതുപോലെ തന്നെ രത്നശ്രീ അയ്യർ, നാസ്രേടപ്പള്ളി, രത്നശ്രീ അയ്യർ തബല, നാസ്രേടപ്പള്ളി ഹാർമോണിയം കീബോർഡ്, പോൾരാജ് സാറ് ടൈമർ, മാറ്റനാണ് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ അശ്വതി പൂക്കാടം സംഗീതം നമുക്ക് പകർന്നു നൽകുന്നു. ഇവരെ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈശ്വര കടാക്ഷത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഉദ്യമങ്ങൾ ഏറ്റവും മനോഹരമായി തീർക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ദീപം തെളിയിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട അനിൽ അച്ഛനെയും പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും വേദിയിലേക്ക് വരിക. ഇവിടെ പേര് തന്നിരിക്കുന്ന പ്രത്യേകമായിട്ട് നമ്മൾ കുരുന്നുകളുണ്ട്. ഡേവിഡ് ഡിൽജോ, പീറ്റർ ഡിൽജോ, യാജനാഥ്, അതുപോലെ തന്നെ
ആഞ്ചലിൻ മരിയ തോമസ് മണപ്പള്ളി, അതുപോലെ തന്നെ മ്യൂസിക്കിന് വേണ്ടിയിരിക്കുന്ന യതീർനാഥ്, അഞ്ചല, മരിയ ലുമിന, ഇവരിത്രയും പേര് വേദിയിലേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രത്യേകമായിട്ടുള്ള എല്ലാവരും പിള്ളേര് പിടിക്കണം കേട്ടോ. പിള്ളേര് പിടിക്കണേ, എല്ലാവരും പിടിച്ചോ, ഒരു കൈയെ പിടിച്ചോ, ഓരോ കൈയെ പിടിച്ചാൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട നല്ലതായിട്ട് കേട്ടോ. ഇനി ഗുരുദക്ഷിണയാണ്. പ്രത്യേകമായിട്ട് ടീച്ചർമാരെ ഞാൻ വിളിക്കുമ്പോൾ ടീച്ചർമാർ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുക. കീബോർഡിസ്റ്റ് ജോയ് ഞെല്ലിക്ക സാറ്, കീബോർഡും ഗിത്താറുമാണ്. പല കുട്ടികളാണ് ഇതിലുള്ള. ഡേവിഡ് ഡെലിജോ, പീറ്റർ ഡെലിജോ, ആഞ്ചലിൻ മരിയ, തോമസ് മണപ്പള്ളി. അവർ വന്ന് സാറ് നടക്കുന്ന ഗുരുദക്ഷിണ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച് കീബോർഡിന്റെ കഴിഞ്ഞോ? അടുത്ത സംഗീതത്തിനുള്ളത് യദുർനാഥ് അനഘ.
ഡാൻസിന് വേണ്ടി മരിയ ലോമിന, ഉഷാറായ ടീച്ചറിനെ നിരീക്ഷിക്കും. സ്നേഹമുള്ളവരെ, ഇനി നമ്മുടെ സംഗീതാർച്ചന ഭജൻ ഗീതം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സുസ്വാഗതം അറിയിക്കുകയാണ്. ടി പി വിവേക്, സിംഗർ, രക്തശ്രീകര തബല, നാസർ ഇടപ്പള്ളി ഹാർമോണിയം ആൻഡ് കീബോർഡ്, പോൾ രാജ് സാറ് ടൈമർ, മാർട്ടിൻ എവർഷൈൻ ലൈറ്റ്സ് ആൻഡ് സൗണ്ട്. പ്രത്യേകമായിട്ടുള്ള സ്വാഗതം നേരുകയാണ്. എന്നൊക്കെ ഒരു വാക്ക് പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചർമാരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഉഷാറാണ് ടീച്ചർ നൃത്തം നമുക്ക് വേണ്ടി എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നു. ജോയൽ നെല്ലിക്കൽ സാറ് കീബോർഡ്, ഗിത്താറും, രത്നശ്രീയർ തബല, അശ്വതി പോക്കാട് സംഗീതം, വോക്കല്, അതുപോലെ തന്നെ ബെന്നി വയലിൻ, ഡിനു ഡ്രോയിങ്സ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കും. നമ്മുടെ കുട്ടികളെല്ലാവരും ഇന്നത്തെ ഗുരുദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങി നമ്മൾ കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹദായകമാകട്ടെ നിങ്ങളുടെ ജീവിതം എൻ്റെ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഒരു വാക്ക് ആശംസ തരുവാനായിട്ട് അനിലച്ചനെ ക്ഷണിക്കുന്നു. അതിഥിദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇന്ന് ആചാര്യൻ്റെ പാദപത്മങ്ങളിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് വിദ്യയുടെ ആരംഭം കുറിക്കുന്ന ദിവസമാണ്. ആചാര്യനെ ഗുരുവായും ദൈവവുമായി കണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ചേർന്ന് നിൽക്കുന്ന ശിഷ്യൻ യഥാർത്ഥ വിജ്ഞാനത്തെ കൈവരിക്കുമെന്നാണ് നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. വാക്കിൻ്റെയും വിദ്യയുടെയും ദൈവങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഇന്നത്തെ ദിവസം ചാവറയുടെ കലാകേന്ദ്രം ഉണരുകയാണ്. ഈ കുരുന്നുകളെ പഠിപ്പിക്കുവാനായി എത്തിയിരിക്കുന്ന അധ്യാപകരെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ചാവറ കലാകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയുമാണ്. ഒപ്പം തന്നെ നമ്മളിൽ നിന്ന് കോവിഡിൻ്റെ കാലം പോകുന്നു. കൂടുതൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും കലയുടെയും ലോകം നമുക്ക് തുറക്കപ്പെടുന്നു എന്നുള്ള പ്രത്യാശയോടെ, സന്തോഷത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ കുരുന്നുകളെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നല്ല രീതിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് ചാവറ കലാകേന്ദ്രത്തിലേക്ക് അയച്ച മാതാപിതാക്കളെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ്. ഇന്നേ ദിവസം തന്നെ കുട്ടികൾ നന്നായി പഠിക്കണം, നല്ല തുടക്കമുണ്ടാവണം എന്ന ആഗ്രഹത്തോടെ ഈ ചാവറ കലാകേന്ദ്രത്തിലേക്ക് അയച്ച് അവരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന മാതാപിതാക്കന്മാരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ നമ്മുടെ സംഗീതാർച്ചനയിലേക്ക് പ്രവേശിക്കുകയാണ്. കലാധരൻ സാർ വന്നിട്ടുണ്ട്. ദയവായ സുസ്വാഗതം സാറേ. ഒരാശംസ, ഒരു വാക്ക് പറയുവാനായിട്ട് കലാധരൻ സാറിനെ ക്ഷണിക്കുന്നു. കലാധരൻ സാറ് കുട്ടികൾക്ക് ഇപ്പോൾ ഗുരുദക്ഷിണ അല്ലെങ്കിൽ ഗുരുവായിട്ട് ഒത്തിരിയേറെ വർഷങ്ങളുടെ പരിചയമുണ്ട്. ഒരു വാക്ക് പറയുവാനായിട്ട് കലാധരൻ സാറെ ക്ഷണിക്കുന്നു. അതിനുശേഷം സംഗീതാർച്ചന.
അയൽവക്കക്കാരനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ തുടങ്ങുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ അതിന് മുമ്പേ ഉണ്ട്. ആൽബർട്ട് നമ്പ്യാർ പറമ്പിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഡയറക്ടറായിട്ടിരിക്കുന്ന കാലം തുടങ്ങി ഞാൻ ചെറുപ്പക്കാരനായിട്ട് അപ്പുറത്തും കേൾവിക്കാരനായിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്പേസ് കൂടി ഞങ്ങളൊരു ചെറിയ മുറ്റമായിരുന്നു. അപ്പോൾ നാടകം എന്തെങ്കിലും വരുമ്പോൾ മഴ ഇരുണ്ട് കയറുമ്പോൾ ഞാൻ ഓടി വന്ന് ഇവിടെ ആവശ്യപ്പെടും, വന്നോളാൻ പറയും. അന്ന് ആ ഓഡിറ്റോറിയായിരുന്നു, അവിടെ ഇപ്പം ഇല്ല. അത് പൊളിച്ചു പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റും, ലക്ഷണം മാറുന്നതോടുകൂടി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അയൽവക്കത്തെ ഏറ്റവും നല്ല കൾച്ചർ സെൻ്ററായിട്ട് ഇത് മാറട്ടെ. ഞാൻ ഒറ്റയാൾപ്പെട്ട കൊണ്ടുകിടന്നുകൊണ്ട് ഇനി നീങ്ങുന്ന ഇന്ധനം ഇല്ല എൻ്റെ കയ്യിൽ. എനർജിയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും. പിന്നെ അന്നെല്ലാം 70, 80, 90 നല്ലൊരു കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടായി വരേണ്ടത്. അതാണ് പാട്ടുകാർ പാട്ടുള്ള ദിവസം മാത്രം വന്നാൽ പോരാ, നാടകം കാണാൻ തന്നെ. നാടകപ്രവർത്തകർ സംഗീതം കേൾക്കാനും വരണം. സിനിമയിൽ താല്പര്യമുള്ളവർ സിനിമ കാണിക്കുമ്പോൾ മാത്രം വന്നിട്ട് കാര്യമില്ല. ശരിക്കും അത്തരം ഒരറിവുകളാണ് എനിക്ക് കിട്ടിയത്. ഞാനൊരു വലിയ ഗുരുവൊന്നുമല്ല, വലിയ ഗുരുക്കന്മാരെ എനിക്ക് കിട്ടിയെന്നുള്ളൊരു ഭാഗ്യമുണ്ട്. പക്ഷെ അവരെയൊക്കെ ചില കാര്യങ്ങൾ കർശനമാണ്. ആ കർക്കശത എന്നും ഉണ്ടാവണം. കുട്ടികളെ ചേരും പോവും, വരും ചേരും പോവും. ഞാനിപ്പോൾ സ്മരിക്കേണ്ട ഒരാൾ കൂടിയുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന ഫാദർ ആബേൽ. കലാഭവൻ തുടങ്ങി ഏതാണ്ട് ഒരേ കാലത്താണ് ചാവറ കൾച്ചറൽ സെൻ്ററും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സും കലാഭവനും. ഫാദർ എന്നോട് പലപ്പോഴും വരുമ്പോൾ ഞാൻ പ്രസാദമായിട്ടൊക്കെ അവിടെ പുറത്തു നിന്ന് പറഞ്ഞു, താൻ അങ്ങോട്ട് പാടും എന്ന് പറയും. അന്ന് എനിക്കൊരു ആകർഷണവും ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് ഇത്ര ശതമാനം, ചെറിയൊരു ശതമാനം കലാഭവൻ്റെ ഇതിലേക്ക് എടുക്കുള്ളൂ. അപ്പം ഞാനത് പറഞ്ഞു, ഞാനിവിടെ എനിക്ക് തുറന്നിരിക്കണ്ടേ. അച്ഛൻ എന്നാലും വരും. പക്ഷെ അവിടെയും ഞാൻ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്കോ എക്സിബിഷനോ ഒക്കെ പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. മരണം വരെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ചാവറ ഒരു വലിയ പ്രസ്ഥാനമായ സ്പേസിന് പ്രോബ്ലം ഇല്ല. ഞങ്ങളൊക്കെ സ്ഥലമില്ലാതെ കഷ്ടപ്പെട്ട ഒരു ജനറേഷനാണ്. എന്നുവെച്ചാൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ സംഗീത ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെണ്ട ക്ലാസ് വെക്കരുത്. അപ്പോൾ അത് അടച്ചിട്ട മുറിയിലും പറ്റില്ല ഇനിയത്തെ ഒരു 2-3 കൊല്ലത്തേക്ക്. അപ്പോൾ ആ സംവിധാനങ്ങൾ ഡയറക്ടർ കൃത്യമായിട്ട് കാണണം. പിന്നെ ഈ അധ്യാപകർക്ക് മെനക്കെട്ട് ക്ലാസ്സിലെത്തുമ്പോൾ അവർക്കുള്ള വണ്ടിക്കാശ് നമ്മൾ ഉണ്ടാക്കണം, കൊടുക്കണം. അതാണ് ഒരു സ്ഥാപനം ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും നടക്കുകയാണെങ്കിൽ അനവധി കലാകാരന്മാർ ഇങ്ങോട്ട് വരും, നല്ല ക്ലാസ്സുകൾ കിട്ടും. എല്ലാ നന്മകളും ഇന്നത്തെ ദിവസം ഇവിടെ വരുന്ന ഏത് കുരുന്നുകൾക്കും ഞാൻ നേരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു എക്സിബിഷൻ നടക്കുമ്പോഴും സംഗീതം നടക്കുമ്പോഴും നാടകം നടക്കുമ്പോഴൊക്കെ 1-2 മണിക്കൂർ പഠനത്തിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിലും വേറെ തരം ഒരു ശ്രദ്ധയുണ്ടാവും. കളിച്ച് വളരണം, കുളിച്ച് നടക്കണം. നന്ദി, നമസ്കാരം. കലാഭവൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അബലസിനൊക്കെ കൂടെ കലാഭവനിൽ പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ഒരു സന്യാസി എങ്ങനെയാണോ തപസ് സംഗീതാർച്ചന നടത്തിയത്, അതിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിച്ച വ്യക്തിയായിരുന്നു ആബേൽ സി.എം.ഐ. അദ്ദേഹം താമസിച്ചത് ഇവിടെ കാരിക്കാമുറിയിൽ സെൻറ്റ് ജോസഫ് മോണസ്ട്രിയിലാണ്. ഒത്തിരിയേറെ പാട്ടുകൾ, ഒത്തിരിയേറെ ഗാനങ്ങൾക്ക് ഈണം നൽകുകയും രചിക്കുകയും ചെയ്ത
ആബലച്ചനെയും പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. ഇന്നത്തെ ഈ സംഗീതാർച്ചന പ്രത്യേകമായിട്ട് സരസ്വതി വന്ദനമായിട്ട് കുരുന്നുകൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജം നൽകുന്നതായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച പ്രകാശത്തിന് അന്ധകാരത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിച്ച സുന്ദരമായ സുദിനത്തിൻ്റെ ഓർമ്മ നമ്മളെ കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശപൂർണ്ണമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് TP വിവേകിനെയും അശ്വതി പൂക്കാടിനെയും സംഘത്തെയും ഈ സംഗീതാർച്ചനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നന്ദി. നമസ്കാരം പ്രിയരെ. തികച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങളും ചടങ്ങുകളും മാത്രം സംഭവിക്കുന്ന ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും കാലെടുത്ത് വയ്ക്കാനായത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഇപ്പോഴത്തെ തോമസ് അച്ഛൻ്റെ, ജോളി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അവരുടെ മഹത്തായ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാൻ കൂടി ആദ്യമേ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായ ഗുരുവന്ദനത്തോടെ ഏവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ആരംഭിക്കുകയാണ്. സ്കന്ദപുരാണത്തിലെ ഗുരുഗീതയിൽ നിന്നുള്ള ഗുരുവന്ദനം. ഇതിൻ്റെ ഒരു പ്രസക്തി, പരമശിവൻ ധ്യാനിക്കുന്ന സമയത്ത് പാർവതി ചോദിക്കുന്നു, ബ്രഹ്മാവും വിഷ്ണുവും അങ്ങും ഒക്കെ ഗുരുക്കന്മാരായിരിക്കെ അങ്ങ് ആരെയാണ് സ്മരിക്കുന്നത്? പരമശിവൻ്റെ മറുപടി, ഞങ്ങളൊക്കെ ഗുരുക്കന്മാരായിരിക്കാം, പക്ഷേ ഞങ്ങളെയൊക്കെ നയിക്കുന്ന മഹാഗുരു, ജഗന്നിയന്താവ്, പരാശക്തി, പരംബ്രഹ്മ, പരമാത്മാവ്, ആ ഒരു ശക്തിയാണ്. അത് സർവ ജാതി മത ചിന്തകൾക്കും അതീതമായ ആ ഒരു ശക്തിയെയാണ് ഞാൻ സ്മരിക്കുന്നത്. ആരംഭിക്കട്ടെ പ്രിയരെ. ഗുരു ബ്രഹ്മ ഗുരു ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. TK വേലപ്പൻ നായർ എന്ന മഹാനായ സംഗീതജ്ഞനെ പുകഴേന്തി എന്ന പേരിലായിരിക്കും സംഗീത ലോകം അറിയുക. P. ഭാസ്കരൻ മാഷിൻ്റെ രചനയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത നിർദ്ദേശത്തിൽ S. ജാനകിയ അനശ്വരമാക്കിയ എക്കാലത്തെയും സാന്ത്വന ഗീതം. ലോകം മുഴുവൻ സുഖം ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ നീ തുറക്കൂ. സുഖം പകരാ
പുഴയിൽ കാണുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി ആരാധന കരപിടിക്കൂ. ലോകം മുഴുവൻ സുഖമരായ സ്നേഹദീപമേ തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വൻജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖപകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പതനവിവാരണ കനിവിനുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖപകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖപകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Madeva, 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 Madeva. Sojada sod maliye, Madeva unake shivanin sirate sod maliye. Sojada sod maliye, Madeva unake shivanin sirate sod maliye. പല്ലായിരം പൂവിൻ മതികളും തൊടുത്തേ ഒരു മാലൈ തുളസിയും തൂപനറുമുകയും മാദേവമുനക്കേ സെന്താമரை താഴും സീർത്ത് സെങ്കമല മാമലകളിൽ പര വിൽവത്തിൻ ഇലകൾ സീർത്തിങ്ക മാദേവമുനക്കേ സജദാന ഹേ സജദാന സോട് മല്ലിയേ മാദേവമുനക്കേ ശിവൻ സിരത്തിൽ സോട് മല്ലിയേ. അകാലേ എഴുത്തു വണങ്ങി അകൽ തീ
ஆசை துறந்து அன்பாடும் உன்னை வணங்கி சரணமும் மடையும் பொருள் நீயே மாதேவா தேவா. அன்புண்ட சபலம் வீர எப்போதும் நின் நாமம் சொல்வேனே தூய பரம்பொருளே மாதேவ தேவா சஜகாதா 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 சூடுமல்லியே மாதேவ முனக்கே சிவனின் சிரத்தில் சூடுமல்லியே சிவனின் சிரத்தில் சூடுமல்லியே. മനോഹരം. ഇളയരാജ അദ്ദേഹം നമുക്ക് ഏകിയാണ് മുത്തുകളിൽ ഒന്ന് മാതാവിനെ അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഉള്ള വരികൾ. அம்மாவை வணங்காத உயிரில்லையே, அம்மா எங்களுக்காக உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. நேரில் பேசும் தெய்வம் பெற்ற தாயன்றி அம்மா எங்களுக்காக உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. அபிராமி சிவகாமி கருமாரி மகமாயி திருக்கோயில் தெய்வங்கள் நீரானம்மா. அன்னைக்கு அன்றாட அபிஷேக மலங்கார் உருகின்ற சிறு தொந்தன் நான் தானம்மா. பொருளோடு புகழ் வேண்டும் மகனல்ல தாயே, அருள் வேண்டும் நினைக்கின்றும் அதுபோதே. அடுத்திருந்து பிறப்பொன்று அமர்ந்தாலும் நானும் மகனாக பிறக்கின்ற வரம் வேண்டுமே, அதை நீ தருவாயே. அம்மா எங்களுக்காக உயிரில்லையே, அம்மாவை
ஒரு தாய்க்கு ஈடாகுமா? விலை வைத்து கிழித்தாலும் கொடுத்தாலும் கடை தன்னில் தாயம் கிடைக்காதம்மா. 2 மாதங்கள் கருவோடு என்னை தாங்கி நீ பட்ட பெரும்பாடு அறிவேனமா? 7 ஜன்மங்கள் எடுத்தாலும் உழைத்தாலும் உனக்கு இங்க நான் பட்ட கடம் தீருமா? உன்னாலே பிரிந்தேனே. அம்மா என் அழியாத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லை. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது? அம்மா என் அழியாத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. മനോഹരമായ സംഗീതാസ്വാദകരാണ് നമ്മളെല്ലാവരും സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇപ്പോൾ വിനോദ സംഘത്തിന് പ്രത്യേകമായിട്ടുള്ള ഓരോ സംഗീതാർച്ചന കഴിയുമ്പോഴും അല്ലെങ്കിൽ ഗാനങ്ങൾ കഴിയുമ്പോഴും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എന്തുകൊണ്ടും അനുകരണീയമാണ്, അഭിലഷണീയമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പ്രത്യേകമായിട്ട് ഗസ്റ്റായിട്ട് വന്നെത്തിയിരിക്കുന്ന അനുപമ മോഹൻ മാഡം എല്ലാവർക്കും സുപരിചിതയാണ്. പ്രമുഖ കുച്ചിപ്പുടി നർത്തകിയാണ് അവർ. പ്രശസ്ത സിനിമാ സംവിധായകൻ എം മോഹൻ സാറിൻ്റെ പ്രിയ പത്നി കൂടിയാണ്. എറണാകുളത്ത് സത്യാഞ്ജലി നൃത്ത വിദ്യാലയം നടത്തുന്ന അവർ. അതുകൊണ്ടാണ് ഇന്ന് ഗുരുദക്ഷിണയും ബാക്കി പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ എങ്കിലും നമ്മുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് വന്നതിൽ കൃത്യമായിട്ടുള്ള സ്വാഗതം നേരുകയാണ്. ലോകപ്രശസ്ത ആന്ധ്രയിലെ വെമ്പിട്ട ചിന്നസത്യത്തിൻ്റെ ശിഷ്യ കൂടിയാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ അനുപമ മോഹൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായ ചാവറ കലാകേന്ദ്രത്തിലെ കൃത്യമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഒരു കുട്ടി ഗുരുദക്ഷിണ വയ്ക്കുവാൻ വേണ്ടിയിട്ട് മാഡം വേദിയിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കലാധരൻ മാഷിനെയും അതുപോലെ തന്നെ അനിലച്ചനെയും കൂടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിജയദശമിയാണ്.
വിദ്യാദേവിയുടെ നാളാണ്. വിദ്യകൾ അഭ്യസിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വക നമസ്കാരം. ചവറ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്നത് എനിക്ക് ബർത്ത് പ്ലേസ് എന്നും കൂടി എനിക്ക് പറയാമെന്ന് തോന്നുന്നു. എനിക്ക് മലയാളം വേർഡ് എനിക്ക് കിട്ടിയില്ല. അതായത് നമ്മൾ ജനിച്ച വീട് എന്ന് പറയുന്ന പോലെയുള്ള ഒരു അനുബന്ധമാണ് എനിക്ക് ചവറ കൾച്ചറൽ ആയിട്ടുള്ളത്. ഞാനും എൻ്റെ ഭർത്താവും മദ്രാസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 1998 ഇവിടെ എറണാകുളത്തേക്ക് വന്ന് സെറ്റിലാവുന്നത്. 2000 ഞാൻ സത്യാഞ്ജലി അക്കാഡമി ഓഫ് കുച്ചിപ്പുടി ഡാൻസ് രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഏകദേശം ആ സമയം തൊട്ട് തന്നെ ചാവറ കൾച്ചറൽ അന്ന് വേറെ ഒരു പഴയ ബിൽഡിങ്ങിലായിരുന്നു. അന്നത്തെ അച്ഛൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ അവിടെ വരവും പിന്നെ അതിൻ്റെ വർക്ക്ഷോപ്പായിട്ട് സംസാരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഉള്ള ഒരു അനുബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്ത സുഹൃത്ത് ബന്ധം എന്ന് പറയണോ അല്ലെങ്കിൽ ബഹുമാനത്തോടുള്ള ബന്ധം എന്ന് പറയണോ, എനിക്ക് അതിന് പറയാനുള്ള വാക്കുകളില്ല. റോബി അച്ഛൻ ഇവിടെ എനിക്ക് എന്ത് വർക്ക്ഷോപ്പ് നടത്തണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ചാവറ കൾച്ചറിൻ്റെ വാതിലുകൾ എന്നും തുറന്നിട്ട് ആണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ഫാദറാണെന്ന് തോന്നുന്നു, തോമസ് പുതിശ്ശേരി അച്ഛൻ. അച്ഛൻ്റെ ചിരി കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു. സത്യം. അച്ഛൻ, ഞാൻ വരുമ്പോൾ അച്ഛൻ എൻ്റെ വണ്ടീൻ്റെ അവിടേക്ക് വരാനോ അല്ലെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതേ അനുബന്ധം, പഴയ അച്ഛനോടുണ്ടായിരുന്ന അതേ സ്നേഹം, അതേ അനുബന്ധം എനിക്ക് ഈ അച്ഛനോട് കൂടി എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ് സത്യം. വളരെ സന്തോഷം. ഇന്നലെ തന്നെ എൻ്റെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വന്നിട്ട് എന്നെ യാത്രയാക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മനസ്സിനോട് അടുത്ത് നമുക്ക് പെരുമാറുന്ന ഒരു സന്തോഷമാണ്. ചാവറ കൾച്ചറൽ എന്ന് പറയുന്നത് വെറും ഒരു ക്രിസ്ത്യൻ ഒരു സംസ്ഥ മാത്രമല്ല. ഇവിടെ എല്ലാ സംഭവങ്ങളും, എല്ലാ ഹിന്ദു മത അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഞാൻ എല്ലാത്തിലും ഞാൻ പങ്ക് കൊള്ളാറുണ്ട്. അപ്പം നമ്മുടെ ഈ ചാവറ കൾച്ചറൽ സെൻറ്ററിൽ നടക്കുന്ന ഈ വിദ്യാരംഭത്തിൻ്റെ എല്ലാ ശുഭാശിഷകൾ നേർന്നുകൊണ്ട് ഇനിയും നന്നായിട്ട് വളരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നിവിടെ ഞാൻ കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സംഗീതമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. എനിക്ക് തബല വായിക്കുന്നത് കേട്ടിട്ട് എൻ്റെ കാലുകൾ നൃത്തം ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. അത്രയും മനോഹരം. താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്. അനുഭവമാണ്. പിന്നെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ. എനിക്ക് മുമ്പുണ്ടായിരുന്ന വൈദിക ശ്രേഷ്ഠരും അതുപോലെ തന്നെ ചാവറ കൾച്ചറൽ സെൻ്ററിൻ്റെ 50 വർഷത്തെ പ്രവർത്തന പരിചയവും പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള സുമനസ്സുകൾ അല്ലെങ്കിൽ കലാകാരന്മാരുടെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ പ്രതികരണത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് വളർന്നു വരുന്നതെന്ന് പറയുന്നതിൽ പ്രത്യേകമായിട്ടുള്ള അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി അനുഭവമാണത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അവர்களுം സംഘവും അവതരിപ്പിച്ചത് സാമന്തമലഹരി രാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു നാടൻ ഈണത്തിലേക്ക്
കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. ചികി ചികി തക്കം തേ 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 കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. കർക്കിടകത്തേവരേ കർക്കിടകത്തേവരേ തുടം തുടം കുടം കുടം നീവാത്തേ. ആ കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. മാനത്തൊരു മയിലാട്ടം പീലിത്തിരുമുടിയാട്ടം ഇടകുന്നു നിറയുന്നു ഇടഞ്ഞിടഞ്ഞ് ഒഴിഞ്ഞു നീങ്ങുന്നു. ആ കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. മനസ്സാകെ നിറഞ്ഞല്ലോ തീ കാത്തു കിടന്നല്ലോ ഒഴിയുന്നു വഴിയുന്നു അണിഞ്ഞു ഞങ്ങൾ തളർന്നുറങ്ങുന്നു. ആ കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. കറുകറി കാർമുകിൽ കൊമ്പനാന പുറത്തേറിയിടും വെള്ളം മൂർത്തി. ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ.
പ്രിയപ്പെട്ടവരെ, ഒരു കേരളപ്പിറവി ദിനത്തിൽ ആകാശവാണിയിൽ എനിക്ക് സംഘത്തോടൊപ്പം ആലപിക്കാൻ സാധിച്ച ഒരു കേരള ഗാനമാണിത്. ഈ ഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ ഐക്യ കേരള രൂപീകരണത്തിനായി ഉത്തര മലബാറിൽ സംഘടിപ്പിക്കപ്പെട്ട സമരജാഥയിൽ കവി ടി ഉബൈദ് എഴുതി പാടിയ കേരള ഗാനം. മാപ്പിളപ്പാട്ട് രീതിയിൽ സംസ്കൃത മലയാള പദങ്ങൾ ഉപയോഗിച്ച് എഴുതിയ ഈ ഗാനം മുഹബ് നൂർ എന്ന മാപ്പിളപ്പാട്ട് ശൈലിയിലാണ് ചിട്ടപ്പെടുത്തിയത്. മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ ഒരു കേരള ഗാനം നിങ്ങൾ ആസ്വദിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ ഗാനം മാപ്പിളപ്പാട്ടിൻ്റെ കുലപതികളിൽ ഒരാളായ VM കുട്ടി അവറുകൾ നമ്മെ കഴിഞ്ഞ ദിവസം വിട്ടുപോയി. അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണം. ജയിച്ചിടുന്നിതു മാമക ജനനി, ജയിച്ചിടുന്നിതു കേരള ധരണി, ജഗത്തിനൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനതതി അനുദിനം അനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. ജയിച്ചിടുന്നിതു മാമക ജനനി, ജയിച്ചിടുന്നിതു കേരള ധരണി, ജഗത്തിനൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനതതി അനുദിനം അനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. നയത്തുടന്ന് പറങ്കികളോട് മഴ നടത്തിയൊരു കുഞ്ഞാലി മരയ്ക്കാം, നയത്തുടന്ന് പറങ്കികളോട് മഴ നടത്തിയൊരു കുഞ്ഞാലി മരയ്ക്കാം, നവീന പമ്പുടെ പഴശ്ശി ഭൂപതി തുടങ്ങിയോ തായേ, അതുപടി നരകുല വരപര തവ മഹിതതികളെ വളർത്തുവോരായേ. ജയിച്ചിടുന്നിതു മാമക ജനനി, ജയിച്ചിടുന്നിതു കേരള ധരണി, ജഗത്തിനൊക്കവെ പെരുത്ത തൂവൊളി പരത്തിടും സുമണി, ഉലകിലെ ജനതതി അനുദിനം അനവധി വിനുതികൾ പൊഴിച്ചിടും രമണി.
സമ്പന്നതയാൽ സ്വതന്ത്ര ഭാരത കൽപകവനമായി സ്വയം സമാധിത സമ്പന്നതയാൽ സ്വതന്ത്ര ഭാരത കൽപകവനമായി സമസ്ത ഭിന്നതയമർത്തി മണ്ണിൽ മുഴക്കി നവകാഠം കലയുടെ സമുദിത വരരുചിയൊടു വിലസീടുക പ്രബുദ്ധ മലയാളം ജയിച്ചിടുന്നിതു മാമക ജനനി ജയിച്ചിടുന്നിതു കേരള ധരണി ജഗത്തിനൊക്കവെ പെരുത്ത തൂമൊഴി പരത്തിടും സുമണി ഉലകിൽ ജനതറിയനുദിന മനവധി വിനുതികൾ പൊഴിച്ചിടും രമണി ജയിച്ചിടുന്നിതു മാമക ജനനി ജയിച്ചിടുന്നിതു കേരള ധരണി ജഗത്തിനൊക്കവെ പെരുത്ത തൂമൊഴി പരത്തിടും സുമണി ഉലകിൽ ജനതറിയനുദിന മനവധി വിനുതികൾ പൊഴിച്ചിടും രമണി. മഹാത്മജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭജനായിരുന്നു വൈഷ്ണവജനത. ഒരു വൈഷ്ണവൻ എങ്ങനെയായിരിക്കണം, ഒരു ഈശ്വര വിശ്വാസി യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? ഗുജറാത്തി ഭാഷയിൽ എഴുതപ്പെട്ട ഈ വരികളുടെ കർത്താവ് നരസിംഹ മേത്ത എന്ന കവിയാണ്. പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ഭജൻ പിറവി കൊണ്ടത്. ആസ്വദിക്കാം അശ്വതിയുടെ ശബ്ദത്തിൽ. वैष्णव जन तो तेरे कहिए जे पीड़ पराई जाने दे। वैष्णव जन तो तेरे कहिए जे पीड़ पराई जाने दे। वैष्णव जन तो पराये जाने
മഹാത്മാവിൻ്റെ മുഖം കണ്ണിൽ കാണാതെ ആരും ഇത് ആസ്വദിച്ചു. ഇനിയൊരു തിരിച്ചും ഫിലോസഫിക്കലായിട്ടുള്ള അതിമഹത്തായ ദോഹകളിലും മിശ്ര കലാപതി രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. धुन सुन के मन मगन हुआ जी, मगन हुआ। धुन सुन के मन मगन हुआ जी, मगन हुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी। लागी समाधि गुरु चरणा जी, लागी समाधि गुरु चरणा जी। अंत सदा दुख दूर हुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी।
ते चढ़ हंसा पार हुआ जी, ते चढ़ हंसा पार हुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी। शून्य शिखर पर झूलनी झूलते, शून्य शिखर पर झूलनी झूलते, शून्य शिखर पर झूलनी झूलते, बरसत अमृत प्रेम छुआ जी, बरसत अमृत प्रेम छुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी। कहे कबीर कहे कबीर सुनो भाई साधु, कहे कबीर सुनो भाई साधु, कहे कबीर सुनो भाई साधु, कहे कबीर सुनो भाई साधु। शक चाक और मस्त हुआ जी, शक चाक और मस्त हुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी। लागी समाधि गुरु चरना जी, लागी समाधि गुरु चरना जी। अंत सदा दुख दूर हुआ जी, अंत सदा दुख दूर हुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी। धुन सुन के मन मगन हुआ जी, मगन हुआ जी। धुन सुन के मन मगन हुआ जी।
ദേശാടനം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. വിഭാഗ രാഗത്തിലാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാമഗമഗ മഗരിസ പാമഗമഗ നീത പമ പ പാമഗമ നീത പമ പാമഗമഗ മഗരിസ പാമഗമഗ നീത പമ പ പാമഗമ നീത പമ പ
ദേശാടനം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. വിഭാഗ രാഗത്തിലാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാമഗ മഗ മഗരി സ പാമഗ മഗ നീത പമ പ പാമഗ മ നീത പമ പാമഗ മഗ മഗരി സ പാമഗ മഗ നീത പമ പ പാമഗ മ നീത പമ പ വിജയദശമി ദിനത്തിൽ ഈ ദിനം മനോഹരമാക്കി ഓർമ്മയെ സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഒത്തിരിയേറെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കൂടെ എത്തിച്ചേർന്ന്
അനുഭവമാടും കലാധന സാറും, അതുപോലെ തന്നെ കുട്ടികൾക്ക് അക്ഷരജ്ഞാനം വിദ്യാദാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ, ഇവിടെ പാട്ടും വായനയുമായിട്ട് നമ്മുടെ മനസ്സിനെ കുളിരണിയിച്ച നമ്മുടെ പ്രിയങ്കരായ വോക്കലായിട്ടുള്ള TP വിവേക് സാറ്, അതുപോലെ തന്നെ അശ്വതി പൊക്കാടുപാട്, ഹാർമോണിയവും കീബോർഡും മനോഹരമായിട്ട് വായിച്ച നാസർ എടപ്പള്ളി, ടൈമറായിട്ട് നിൽക്കുന്ന പോൾ രാജ് സാറ്. പ്രായാധികം ഒന്നും ഒരു വിഷയമല്ല. ഇന്നും ചെറുപ്പമായിട്ട് ചെറുപ്പക്കാർ എപ്രകാരം ചെയ്യുന്നു അതിനെ കഴിഞ്ഞ് മനോഹരമായ ചടുലതയോടുകൂടി ടൈം ഭംഗിയായിട്ട് ക്രമീകരിച്ച് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആ മാറ്റം നമുക്ക് സൗണ്ടും ലക്ഷ്യവും കാര്യങ്ങളും നൽകി പ്രത്യേകമായിട്ടുള്ള നന്ദി അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത് ഏറ്റവും മനോഹരമായ സുന്ദരമായിട്ട് നമ്മുടെ ഓർമ്മയെ സൂക്ഷിക്കുവാൻ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവരെയും തവല പറഞ്ഞ രത്നശ്രീയെ എനിക്ക് ഒത്തിരി നാൾ മുമ്പായിട്ട് പരിചയമുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോയി തബല വായനയിലൂടെ പേര് കേട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് രത്നശ്രീ. പ്രത്യേകമായിട്ടുള്ള ഒരു കൂടി അഭിനന്ദിക്കുന്നത്. കാരണം തബല വായനയിലൊക്കെ ആണുങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലേ, പക്ഷേ പെണ്ണുങ്ങൾ അതിനെ കഴിഞ്ഞും ഒരു പടി കൂടെ കടന്ന് പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് ഡാൻസും പാട്ടും പോലെ തന്നെ ഈ തബല വായനയിലും പ്രത്യേകിച്ച് അതിൽ കഴിവ് തെളിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എത്തിച്ചേരുന്നതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. രത്നശ്രീയെ മാതൃകയായിട്ട് പലരും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള അറിവ്. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സരസ്വതി വന്ദനത്തോടുകൂടി നമ്മുടെ ഈ വിദ്യാരംഭത്തിൻ്റെ സംഗീതാർച്ചന ഭജൻ ഗീത് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ വിവേകനും സംഘത്തിനും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി. പ്രിയരെ, ഈ ഭജൻ ഗീത് ആദ്യാവസാനം സശ്രദ്ധം ശ്രവിച്ച് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയ എല്ലാ വ്യക്തിത്വങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഫ്രം ദ ഡെപ്ത് ഓഫ് അവർ ഹാർട്ട്സ് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഒരാൾ പോലും സദസ്സ് തിങ്ങി നിറഞ്ഞതല്ലെങ്കിലും ഇരുന്ന ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ്. താങ്ക് യു ഡിയേഴ്സ്. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്തവർ നാസർജി ഒട്ടുമിക്ക പ്രഗത്ഭ പിന്നണി ഗായകരോടൊപ്പവും 35 വർഷങ്ങളോളമായിട്ട് ഹാർമോണിയത്തിലും കീബോർഡിലും അകമ്പടി സേവിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ. ഹൃദയഗീത് എന്ന എൻ്റെ സംഗീത യാത്രയിൽ സന്തത സഹചാരിയായിട്ട് നാസർജി കൂടെ തന്നെയുണ്ട്. തബ്ലയിൽ സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ തേടിയെത്തിയിട്ടുള്ള രത്നശ്രീ വളരെ കഷ്ടപ്പെട്ട് നോർത്തിലൊക്കെ പോയിട്ട് ഒരു വനിത തബല അഭ്യസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമൻറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു നിറഞ്ഞ കയ്യടി അവർക്ക്. ഗാനഗന്ധർവനോടൊപ്പം പോലും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പോളേട്ടൻ നമ്മളിന്ന് കേൾക്കുന്ന പല പഴയ ഗാനങ്ങൾ, മല്ലിയാമ്പൽ തുടങ്ങിയ പഴയ ഗാനങ്ങൾ, അതിലൊക്കെ ലൈവായിട്ട് സ്റ്റുഡിയോയിൽ ടൈമർ എന്ന ഈ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് വോഡാഫോൺ അടക്കമുള്ള ഇന്നത് കമ്പോസർ എന്താ പറയുക വേദി കീഴടക്കിയെങ്കിലും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട പോളേട്ടനുണ്ട്. 60 വർഷത്തെ സംഗീത സബരിയാണ് ഈ 76-കാരനായ പോളേട്ടനുണ്ട്. പിന്നെ ഞങ്ങളുടെ ആലാപനവും വാദനവും
മനോഹരമായി നിങ്ങളിലേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ട മാർട്ടിനാണ്. മാർട്ടിൻ ഒരു നല്ല കലാകാരൻ കൂടിയാണ്, ഗായകനാണ്. ഫോർട്ട് കൊച്ചിയിലെ എവർഷൈൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ പ്രൊപ്പറൈറ്റർ കൂടിയായ പ്രിയപ്പെട്ട മാർട്ടിൻ, താങ്ക് യു. ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് ഇവിടുത്തെ സംഗീതാധ്യാപികയായിട്ടുള്ള അശ്വതി. ഞങ്ങൾ ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പാട്ടുകളുടെ ഒരു ക്രോഡീകരണത്തിന് വേണ്ടിയിട്ട്. റിഹേഴ്സൽ പോലും ഇല്ലാതെ അതിമനോഹരമായിട്ട് അവർ നമ്മളെ സന്തോഷിപ്പിച്ചു, സുഖിപ്പിച്ചു. നന്ദി അശ്വതി. ഇനിയും അശ്വതിയോടൊപ്പം കൂടുതൽ വേദികൾ പങ്കിടാൻ അവസരം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഇവിടെ വന്നത്, ഫാദറിനെ പരിചയപ്പെട്ടത്. മോള് ഒരു കോമ്പറ്റീഷന് പങ്കെടുത്ത് അതിൻ്റെ വിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൈസ് അവൾക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഞാൻ കൂടുതൽ പരിചയപ്പെട്ടത്. ശരിക്കും അതൊരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഇങ്ങനെ ഒരു മികച്ച ടീമിൻ്റെ കൂടെ എനിക്ക് പാടാൻ ഇങ്ങനൊരു വേദി കിട്ടി. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം സരസ്വതി ദേവിക്കും ഈ പ്രപഞ്ച ശക്തിക്കും ഒക്കെ മുന്നിൽ ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം വിവേക് സാറിനോടൊപ്പം അതുപോലെ ശ്രീ എല്ലാവരും ഒപ്പം എനിക്ക് പാടാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരുപാട് നന്ദി. മുന്നോട്ടുള്ള ആ ഒരു സംഗീത സഭയിൽ ഒപ്പം എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ കടവന്ത്രയാണ് താമസിക്കുന്നത്. ഒരു ഗാനമൂർത്തി സ്കൂൾ ഓഫ് മ്യൂസിക് സ്ഥാപനം നടത്തുന്നു. കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ്. അതിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നു. എല്ലാം ഓൺലൈനായിട്ട് പോകുന്നു ഇപ്പോൾ. അപ്പോൾ ഇന്ന് കുറച്ച് വിജയദശമിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികളൊക്കെ വന്നതാണ് കുറച്ച് ഞാൻ ലേറ്റായത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം നമ്മുടെ പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ശബ്ദം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ചേട്ടൻ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇത്രയും വേറിട്ട പരിപാടികൾ അരങ്ങേറുന്ന കേരളത്തിൽ മറ്റൊരു വേദി ഉണ്ടോ എന്ന് നമുക്കൊക്കെ സംശയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അമരത്തിരിക്കുന്ന തോമസ് അച്ഛനും കൂടെ തന്നെയുള്ള ജോളി സാറിനും മറ്റെല്ലാ പ്രവർത്തകർക്കും ഹൃദയഗീതിൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് വിദ്യാദേവതയെ പ്രകീർത്തിക്കുന്ന ഈ ഒരു ബന്ദിഷ്, തീൻതാളിലുള്ള ഈ ഒരു ബന്ദിഷ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും. ഭൈരവി രാഗത്തിൽ, കർണാടകയിലെ സിന്ധു ഭൈരവി, ഹിന്ദുസ്ഥാനിയിലെ ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ട ഈ ഒരു സ്തുതി. ശാരദാ മാതാ മാതാ സരസ്വതി ശാരദാ മാതാ സരസ്വതി शारदा माता सरस्वती शारदा माता सरस्वती शारदा विद्यादानी दयानी सुजगरिणी विद्यादानी दयानी सुजगरिणी सरस्वती शारदा माता सरस्वती शारदा विद्यादानी दयानी सुजगरिणी विद्यादानी दयानी सुजगरिणी सुरनरमुनि जन सकल जगत मां सरस्वती शारदा माता सरस्वती शारदा
श्वेत कमल विराजित शोभिनी श्वेत कमल विराजित शोभिनी मोर वागिनी वीणा पाणी मोर वागिनी वीणा पाणी तीनों लोग विलय सुखकारी तीनों लोग विलय सुखकारी सरस्वती शारदा माता सरस्वती शारदा विद्यादानी दयानी सुखकरिणी विद्यादानी दयानी सुखकरिणी सुरनरमुनि जन सकल जगत मां सरस्वती शारदा माता सरस्वती शारदा माता सरस्वती शारदा विद्यादानी दयानी सुखकरिणी विद्यादानी दयानी सुखकरिणी सरस्वती शारदा माता सरस्वती शारदा माता सरस्वती माता सरस्वती माता सरस्वती शारदा രണ്ട് വാക്കുകൾ പറയുകയാണ്. ഇന്ന് ഈ പരിപാടി അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട എല്ലാ കലാകാരന്മാർക്കും, പ്രത്യേകിച്ച് വിവേക് സാറിനും അശ്വതി നാസർ, അതുപോലെ തബല വായന പ്രശസ്ത നമ്മുടെ തബല വാദ്യകാരി ബഹുമാനപ്പെട്ട രത്നശ്രീ അയ്യർ, ബഹുമാനപ്പെട്ട പോളേട്ടൻ, വളരെ നന്നായിട്ട് സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത മാർട്ടിൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ചാവറ കൽസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾ ബഹുമാനപ്പെട്ട അനുഭവ മാഡം, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാരായ ഉഷ ടീച്ചർ, ഉഷാറാണി, അതുപോലെ ബെന്നി സാറ്, അതുപോലെ നമ്മുടെ ജോയി നെല്ലിക്കൽ എന്നിവരെയും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട പുശ്ശേരി അച്ഛനും അതുപോലെ തന്നെ അനിലച്ഛനും അതുപോലെ നമ്മളുടെ അയൽവാസിയും ശ്രേഷ്ഠ കലാകാരനുമായ ടി കലാധരൻ മാഷിനും പ്രത്യേക അവസരത്തിൽ നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന മാതാപിതാക്കൾക്കും അവരെ കുട്ടികളെ അയച്ച മാതാപിതാക്കൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇനി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് നമുക്കറിയാം, ഉഷാറാണി മാഡം നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ ഇതാണ് എടുക്കുന്നത്. അതുപോലെ ജോയ് സാറ് വയലിൻ, ജോയ് സാറ് കീബോർഡും ഗിറ്റാറും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രത്നസി മാഡം നമുക്ക് തബല ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണത്. അതുപോലെ അശ്വതി മാഡമാണ് നമുക്ക് വോക്കൽ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. ബെന്നി സാറ് നീലീശ്വരത്തുള്ളതാണ്. ബെന്നി സാറ് വളരെ താല്പര്യത്തോടുകൂടിയാണ് ഈ കലയെ കാണുന്നത് തന്നെ. അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമല്ല, ആലുവയുടെ അപ്പുറമാണ്. എന്നാലും സാർ അതിന് വരാമെന്ന് പറഞ്ഞത് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വരാൻ വളരെ താല്പര്യത്തോടുകൂടി, ഈ കലയോടുള്ള താല്പര്യത്തോടുകൂടി വരാമെന്നിരുന്ന് ബെന്നി സാറ് വയലിൻ ക്ലാസ്സുകൾ ഏറ്റെടുക്കും. ഇത്രയാണ് നമ്മുടെ എല്ലാവർക്കും പ്രത്യേകം തുടങ്ങി. നമ്മുടെ ക്ലാസ്സുകൾ അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും. എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ സഹിത കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സഹിത എല്ലാവരും വിളിച്ചു പറയുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. ഇത് കൂടുതലായിട്ട് ക്ലാസ്സുകൾ സ്കൂൾ തുറക്കുന്ന കാലഘട്ടമായതുകൊണ്ട് സാറ്റർഡേ സൺഡേ ആയിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ. അപ്പോൾ അത് ക്രമീകരിച്ചിട്ട് കുട്ടികളുടെയും കൂടി സൗകര്യാർത്ഥം ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയായിരിക്കും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ വിളിച്ച് മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കുന്നതാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾക്കിവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാവറയുടെ സ്റ്റാഫ് നെൽബനും അതിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ജിജോയ്ക്കും അതുപോലെ ഡിനുവിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ
അശ്വതി മാഡത്തിൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ നമ്മൾക്ക് വേണ്ടി മൊത്തമായിട്ട് വീഡിയോയുടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. താങ്ക് യു സർ. അപ്പം തന്നെ എല്ലാ സ്റ്റാഫംഗങ്ങൾക്കും പിന്നെ നിങ്ങളുടെ ജൂബിലിയോടനുബന്ധിച്ച് തന്നെ അച്ഛനിവിടെ ചാവറയുടെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് ചാവറയുടെ ലൈബ്രറി വളരെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാജഗിരിയിൽ നിന്നുള്ള ലൈബ്രറി സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അല്ലെ കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. അവരിവിടെ ഡിജിറ്റലായിട്ട് ലൈബ്രറി ഏറ്റവും മോഡേണൈസ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ടുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളും നമ്മളോടൊപ്പം ഉണ്ട്. അവരെയും പ്രത്യേക അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ സ്റ്റാഫ് അംഗങ്ങളായ ജെസിക്കും മോളി, ലീന എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.